പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്മൃതി സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് അഥവാ നമ്മൾ ജോഗ്രഫി എന്നാണ് സാധാരണ പറയാറ്. അപ്പോൾ ആ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ അൾട്ടിമേറ്റ് സോഴ്സ് അഥവാ സർവവും സൂര്യനാൽ ചെറിയൊരു ചാപ്റ്ററാണ്. എങ്കിലും ചില ടോപ്പിക്സ് ഒരു ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ നിങ്ങൾ ആദ്യമേ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് കൃത്യമായി നോട്ട് പ്രിപ്പയർ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ദ അൾട്ടിമേറ്റ് സോഴ്സ് അഥവാ സർവവും സൂര്യനാൽ. സൺ നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്. സണ്ണിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം ആണ് ഏത്? സൂര്യൻ. അപ്പോൾ പ്രാഥമികമായി നമുക്ക് ഊർജ്ജം കിട്ടുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് അല്ലേ? പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സൂര്യൻ വേണം ഇല്ലേ? എനർജി വേണ്ടേ? അതേപോലെ തന്നെ നമ്മുടെ നിലനിൽപ്പിനും എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എങ്ങനെയാണ് ഈ എനർജി എത്തുന്നത്? ആ എനർജിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇൻസുലേഷൻ എന്ന കാര്യമാണ്. എന്താണ് ഇൻസുലേഷൻ അഥവാ സൗരവികിരണം? സൗരവികിരണം ആ പേര് കേൾക്കുന്നത് പോലെ തന്നെ സൗര എന്ന് പറഞ്ഞാൽ എന്തുവാ? സൂര്യൻ. ഓക്കെ, അപ്പോൾ സൂര്യനിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ഭൂമിയിലേക്ക് ഹീറ്റ് എനർജി വരുന്നുണ്ട്. ചൂട് വരുന്നില്ലേ? ലൈറ്റ് വരുന്നില്ലേ? അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൗരവികിരണം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? ഷോർട്ട് വേവ്സ് ആയിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? ഷോർട്ട് വേവ്സ് ആയിട്ടാണ് ഭൂമിയിലേക്ക് എന്ത് വരുന്നത്? ഊർജം വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പോൾ ഇത്തരത്തിൽ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് ഊർജം വരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൗരവികിരണം അഥവാ ഇൻസുലേഷൻ. അപ്പോൾ ഇൻസുലേഷൻ എന്താ? ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നും ഊർജം വരുന്നതിനാണ്. ഓക്കെ ആണല്ലോ? ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദി സൺ ടു ദി സർഫസ് ഓഫ് ദി എർത്ത്. അപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എന്ത് വരുന്നത്? സോളാർ എനർജി വരുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? സൗരവികിരണം അഥവാ ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? ഷോർട്ട് വേവ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? നമ്മൾ ഇൻസുലേഷൻ എന്താണെന്ന് പഠിച്ചു, സൗരവികിരണം. ഇനി അടുത്തതായിട്ട് ഇങ്ങനെ ഭൂമിയിലെത്തുന്ന താപോർജ്ജത്തിന് എന്ത് സംഭവിക്കും? ഭൂമിയിലെത്തുന്ന താപോർജ്ജത്തിന് എന്ത് സംഭവിക്കും? അതാണ് പഠിക്കേണ്ടത്. 4 പ്രക്രിയകൾ നടക്കുന്നു അവിടെ. ഭൂമിയിലേക്ക് എന്തു വന്നു? സൗരോർജ്ജം വന്നു. ഇപ്പോൾ ഭൂമിയിൽ എന്തുണ്ട്? സൂര്യനിൽ നിന്ന് ഭൂമിയിൽ സൗരോർജ്ജം എത്തി. ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അതിലൊന്ന് കണ്ടക്ഷൻ അഥവാ താപചാലനം. 1 കണ്ടക്ഷൻ അഥവാ താപചാലനം. 2 കൺവെക്ഷൻ അഥവാ സംവഹനം. കൺവെക്ഷൻ അഥവാ സംവഹനം. ഓക്കെ ആണല്ലോ? 3 അഡ്വെക്ഷൻ അഥവാ അഭിവഹനം. മൂന്നാമത്തത് ഏതാണ്? അഭിവഹനം. 4മത്തത് ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമവികിരണം. 4മത്തത് ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമവികിരണം. ഇനി ഈ ഓരോ പ്രോസസ്സും കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഈ 4 പ്രോസസ്സും നമുക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വേർതിരിച്ച് പഠിക്കാം. ഓക്കെ ആണല്ലോ? മലയാളത്തിൽ ഒന്നുകൂടി പറയാം. 1 താപചാലനം, 2 സംവഹനം, 3 അഭിവഹനം, 4 ഭൗമവികിരണം. നേരത്തെ നമ്മളൊരു വികിരണം പഠിച്ചു. എന്താ? സൗരവികിരണം ഇവിടെ പഠിച്ചത്. തെറ്റിപ്പോയത്. അത് സൂര്യനിൽ നിന്ന് വരുന്നതാണ് സൗരവികിരണം. ഇവിടെ ഭൂമിയിൽ നിന്ന് പ്രകാശം അല്ലെങ്കിൽ ഊർജം, സൗരോർജം പോകുന്നതാണ് എന്ത്? ഭൗമവികിരണം. അതുകൊണ്ട് അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യം കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വന്ന എനർജി, ഹീറ്റ്, അത് അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എന്തോ വിളിക്കുന്നത്? കണ്ടക്ഷൻ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ദി ഹീറ്റ് എനർജി ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. ഇത് എർത്താണ് കേട്ടോ. അപ്പോൾ എർത്തിൽ നിന്നും, ഭൂമിയിൽ നിന്നും എങ്ങോട്ടേക്ക്? അന്തരീക്ഷത്തിലേക്ക്. ഭൂമിയിൽ നിന്ന് എങ്ങോട്ട്? അന്തരീക്ഷത്തിൽ എന്ത് കൈമാറുന്നു? ചൂട് അല്ലെങ്കിൽ താപം കൈമാറുന്നു. ഓക്കെ ആണല്ലോ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടക്ഷൻ. സിമ്പിളായിട്ട് മനസ്സിലായി. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ദി ഹീറ്റ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ടു ദി അറ്റ്മോസ്ഫിയർ. അതായത് ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് താപം കൈമാറ്റം ചെയ്യുന്നതിനെ എന്തോ വിളിക്കും? താപചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് വിളിക്കും. സിമ്പിളായിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഈ അന്തരീക്ഷത്തിൽ
വായുവിലേക്ക്, അന്തരീക്ഷത്തിലെ വായുവിലേക്ക് ഇപ്പോൾ എന്തുകൊണ്ട് ചൂട് കൊടുത്തില്ലേ? ഈ കൊടുത്ത ചൂട് എന്ത് സംഭവിക്കും? ഈ കൊടുത്ത ചൂട് മൂലം ഈ വായു, ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് എന്ത് കൊടുത്തു? താപം കൈമാറി. അങ്ങനെ താപം കൈമാറിയപ്പോൾ അവിടെയുള്ള വായു, എയർ എന്തോ സംഭവിച്ചു? ചൂട് പിടിച്ചു. വായു ചൂട് പിടിച്ചാൽ എന്ത് സംഭവിക്കും? വികസിക്കും. ഓക്കെ, വായു ചൂട് പിടിച്ചാൽ എന്ത് സംഭവിക്കും? വികസിക്കും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത എയർ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും, റൈസസ് അപ്പ്. അപ്പോൾ എക്സ്പാൻഡഡ് എയർ റൈസസ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കൺവെക്ഷൻ അഥവാ സംവഹനം. ഹീറ്റഡ് എയർ റൈസസ് അപ്പ്. ഇതിനെ എന്ത് വിളിക്കും? സംവഹനം അഥവാ കൺവെക്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ കണ്ടക്ഷൻ പഠിച്ചു, കൺവെക്ഷൻ പഠിച്ചു. ഭൂമിയിലേക്ക് എന്ത് വന്നു? ഭൂമിയിലേക്ക് നേരത്തെ എനർജി വന്നു, ഹീറ്റ് എനർജി വന്നു. ഹീറ്റ് എനർജി എങ്ങോട്ട് കൊടുത്തു? അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇനി അറ്റ്മോസ്ഫിയറിലെ വായു എന്ത് ചെയ്തു? പൊങ്ങി. ഇനി സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ എന്തുണ്ട്? പൊങ്ങിയാലും ഇവിടെയൊക്കെ വായു ഉണ്ടല്ലോ, ചൂട് പിടിച്ച വായു ആണല്ലോ ഉള്ളത്. ഈ വായു എന്ത് സംഭവിക്കും? കാറ്റടിക്കുന്നത് മൂലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഹൊറിസോണ്ടലായിട്ട്, അതായത് തിരച്ചീനമായിട്ട്. എങ്ങനെ? തിരച്ചീനമായിട്ട് എന്ത് ചെയ്യും? വായു സഞ്ചരിക്കും. അല്ലെങ്കിൽ എന്ത് സഞ്ചരിക്കും? താപം സഞ്ചരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ദി ഹീറ്റ് എനർജിയെ ആണ് എന്ത് വിളിക്കുന്നത്? അഡ്വെക്ഷൻ അഥവാ അഭിവാഹനം. ഭൂമിയിൽ എന്തുണ്ടായി? ഹീറ്റ് എനർജി എത്തി, അത് അന്തരീക്ഷത്തിൽ കൊടുത്തു, അന്തരീക്ഷത്തിൽ വികസിച്ച് മുകളിലേക്ക് പോയി, എന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഓക്കെ ആണല്ലോ? അതായത് തിരശ്ചീനമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി. അതിനെ നമ്മൾ എന്തോ വിളിച്ചു? അഭിവാഹനം അഥവാ അഡ്വെക്ഷൻ എന്ന് വിളിച്ചു. ഇനി നാലാമതായിട്ട് പഠിക്കാനുള്ളത് ടെറസ്ട്രിയൽ റേഡിയേഷനാണ്. അപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ ഹീറ്റ് എനർജി ഉണ്ടല്ലോ. ഈ ഹീറ്റ് എനർജിയെ നേരെ ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തോട്ട്, സ്പേസിലേക്ക്, ഔട്ടർ സ്പേസിലേക്ക്, ഭൂമിക്ക് പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? ഈ ഹീറ്റ് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് വേവ്സ് അല്ല. സൗരവികിരണം ഷോർട്ട് വേവ്സ് ആണെങ്കിൽ ഇതെങ്ങനെയാണ്? ലോങ് വേവ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ലോങ് വേവ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമവികിരണം. സിമ്പിളാണ്. ഭൂമിയിൽ നിന്ന് വികിരണം നടത്തുന്നു. എങ്ങോട്ടേക്ക്? ഭൂമിക്ക് പുറത്തേക്ക്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ പഠിപ്പിച്ചതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാനുള്ളത് ഹീറ്റ് ബജറ്റ്. എന്താണ് ഹീറ്റ് ബജറ്റ്? അപ്പോൾ താപസന്തുലനം, ഹീറ്റ് ബജറ്റ്, ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിലെ ബജറ്റ് എന്ന ടേം നമ്മൾ കേട്ടിട്ടുണ്ട്. വരവ് ചെലവ് കണക്കുകൾ, അതായത് ഇൻകവും എക്സ്പെൻഡിച്ചറും ഒക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നതാണ് എന്ത്? ബജറ്റ്. ഓക്കെ, ഇൻകവും എക്സ്പെൻഡിച്ചറും, വരവ് ചെലവുകൾ എഴുതി വയ്ക്കുന്നതാണ് ബജറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എഴുതി വയ്ക്കുന്നത്? വരവും ചെലവും തുല്യമാകാൻ വേണ്ടിയിട്ട്, അല്ലേ? അതേപോലെ തന്നെ ഭൂമിയിലെ ചൂട് എന്ത് ചെയ്യുന്നില്ല? ഒരുപാടാകുന്നില്ല. ഭൂമിയിലേക്ക് ചൂട് വരുന്നത് അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞാൽ ഭൂമി എന്ത് ചെയ്യും? ചുട്ട് പഴുത്ത് ഒരുപാട് ചൂടാകും, നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതായി പോകും. ഇനി അതല്ല, വരുന്നതിനെ പൂർണ്ണമായിട്ടും ഭൂമിക്ക് വെളിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നാന്തരം തണുപ്പാവും ഭൂമിയിൽ. അപ്പോൾ സന്തുലനം എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ പറഞ്ഞത് തുല്യമാകുന്നത്, അല്ലേ? ഹീറ്റ് ഒരുപാടായിട്ട് നമ്മുടെ ഭൂമിയിൽ, ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവിടെ അന്തരീക്ഷം ഇല്ലായിരുന്നു എന്ന് വെച്ചോ, ചന്ദ്രനെ പോലെ ഇവിടെ അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഭൂമിയിൽ രാത്രി ഒന്നാന്തരം തണുപ്പായനെ, നമുക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭൂമിയിൽ എന്തുണ്ടായേനെ? തണുപ്പുണ്ടായേനെ. അപ്പോൾ ഭൂമിയിൽ അങ്ങനെ തണുപ്പുണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ഈ സൂര്യപ്രകാശം എല്ലാം വന്ന് ഭൂമി അങ്ങ് പിടിച്ചെടുത്തായിരുന്നെങ്കിൽ ഇതേപോലെ ഭയങ്കരമായ രീതിയിൽ ചൂടും ഉണ്ടായേനെ. അപ്പോൾ ഇത് രണ്ടും എവിടെ നടക്കുന്നില്ല? ഈ നമ്മുടെ ഭൂമിയിൽ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഭൂമിയിലേക്ക് വരുന്ന താപോർജ്ജവും ഭൂമിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന താപോർജ്ജവും എപ്പോഴും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അതാണ് ഹീറ്റ് ബജറ്റ്. ടെക്സ്റ്റിൽ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. ഭൂമിയിലേക്ക് 100 യൂണിറ്റ് ഊർജ്ജം വരുന്നു എന്ന് കരുതുക. അതിൽ ഓരോന്നും
എത്രയെത്ര ഊർജ്ജമാണ് പിടിച്ചെടുക്കുന്നത്, ഭൂമിയിലെ പൊടിപടലങ്ങൾ പിടിച്ചെടുക്കുന്നത്, ഭൂമിയുടെ സർഫസിലെത്തുന്നത്, പിന്നെ തട്ടി തിരിച്ചു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ചിത്രം കിടപ്പുണ്ട്, ഒരു പിക്ചറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ഉള്ള കാര്യം കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കാനുള്ള ഒരു പ്രയാസം കാരണം ഞാനിത് ബോർഡിൽ വരച്ചിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് അതെങ്ങനെയാണെന്നൊന്ന് നോക്കുക. അപ്പോൾ ഹീറ്റ് ബജറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. താപസന്തുലനം പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഭൂമിയിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ചൂടിൻ്റെ ഒരു ബാലൻസ്ഡ് സ്റ്റേജ് കേട്ടോ, ഒരു സന്തുലനമായ അവസ്ഥയാണ് ഹീറ്റ് ബജറ്റ്. അപ്പോൾ ദ ബാലൻസ് ബിറ്റ്വീൻ ദി ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഹീറ്റ് ബജറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഇത്രയും പഠിപ്പിച്ച ഭാഗങ്ങൾ വളരെ കുറച്ച് ഭാഗമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഇത് നോട്ട് പ്രിപ്പയർ ചെയ്യണം, അതോടൊപ്പം പഠിക്കുക കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാലൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.